നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം നൗഷപുരാണം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് 5 കൊല്ലത്തെ ദേവലോകവാസമൊക്കെ കഴിഞ്ഞിട്ട് ദിവ്യാസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ച് അർജുനൻ ഗന്ധമാദന പർവ്വതത്തിൽ ഉണ്ടായിരുന്ന സഹോദരന്മാരായിട്ട് കണ്ടുമുട്ടി. അതായത് സഹോദരന്മാരും പാഞ്ചാലിയും ഒക്കെ തീർത്ഥാടനമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കണ്ട് അന്യോന്യം സംഭാഷണങ്ങളൊക്കെ നടത്തി. അർജുനൻ്റെ ദിവ്യാസ്ത്ര പ്രയോഗമൊക്കെ കാണിച്ചു കൊടുത്ത് അവരവിടെ അങ്ങനെ സുഖമായി 4 വർഷം ആ പ്രദേശത്ത് തന്നെ താമസിച്ചു എന്നാണ് നമ്മൾ നിർത്തിയത്. ഇനി നൗഷപുരാണാണ്. ഗന്ധമാദന പർവ്വതത്തിൽ താമസം മതിയാക്കിയിട്ട് ബദരിയാശ്രമത്തിലേക്ക് മടങ്ങാൻ പാണ്ഡവന്മാർ തീരുമാനിച്ചു. അങ്ങനെ മടങ്ങുന്ന വഴി രാജർഷിയായ വിഷപർവാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഏതാനും ദിവസം താമസിച്ചു. അതിനുശേഷം പാണ്ഡവന്മാർ ബദരിയാശ്രമത്തിലെത്തി. ഇവിടെ കുറച്ച് നാളുകൾ തങ്ങിയിട്ട് അവർ യമുന പർവ്വതത്തിൽ എത്തിച്ചേർന്നു. യമുന പർവ്വതം മനോഹരമായൊരു പ്രദേശമായിരുന്നു. ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. ദേവദാരു വൃക്ഷങ്ങളും ചന്ദനമരങ്ങളും ആ പ്രദേശത്ത് ഇടതൂർന്ന് നിബിഡമായി വളർന്നിരുന്നു. സുഗന്ധവാഹിയായ പുഷ്പങ്ങളോട് കൂടിയ ലതകൾ വൃക്ഷങ്ങളിൽ പടർന്നു കിടന്നിരുന്നു. പൂക്കളിൽ നിന്നും തേനുണ്ണാനായി മധുപന്മാർ മൂളിപ്പാട്ടും പാടി പറന്നു നടന്നിരുന്നു. പക്ഷികളുടെ കളകൂജനം കാതുകൾക്ക് ഇമ്പം നൽകുന്നതായിരുന്നു. ഇതോടൊപ്പം പൂഞ്ചോലകളുടെ കളകളാരവം കൂടി ചേർന്നപ്പോൾ ആ വനപ്രദേശം സംഗീത സാന്ദ്രമായി. അവിടെ മനോഹരമായ മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്തിരുന്നു. സിംഹം, കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ മൃഗങ്ങൾ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ആ വനം നായാട്ടിന് ഏറ്റവും അനുയോജ്യമായിരുന്നു. പാണ്ഡവന്മാർ 1 വർഷത്തോളം ഈ കാനന പ്രദേശത്ത് പാർത്തു. അതിനിടയിൽ ശക്തിമാനായ ഭീമൻ ഒറ്റയ്ക്ക് നായാട്ടിന് പോയി. ഭൂമി കുലുങ്ങത്തക്കവണ്ണമുള്ള അവൻ്റെ നടത്തവും വഴിയെ കണ്ട വൃക്ഷങ്ങൾ തച്ചോടിക്കുന്ന ശബ്ദവും കേട്ട് മൃഗങ്ങൾ ഓടിയകന്നു. ഇപ്രകാരം കോലാഹലത്തോടെ സഞ്ചരിച്ച ഭീമൻ ഒരു ഗുഹ കണ്ടു. അതിനുള്ളിൽ മൃഗങ്ങൾ ഒളിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാൻ ഒരുപ്പെട്ടു. ആ ഗുഹയിൽ ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു. അതിൻ്റെ ശരീരം പർവ്വതം പോലെ വലുതായിരുന്നു. ശരീരത്തിൽ മുഴുവൻ വിചിത്ര വർണ്ണങ്ങളിലുള്ള പുള്ളികളും വരകളും നിറഞ്ഞിരുന്നു. അതിന് മഞ്ഞളിൻ്റെ നിറമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കണ്ണ് അസാധാരണമായ വലിപ്പമുള്ളതും അഗ്നി പോലെ ജ്വലിക്കുന്നതും ആയിരുന്നു. ഒരു വലിയ ഗുഹ പോലെ ആയിരുന്ന അതിൻ്റെ വായിൽ നിന്ന് 4 ദംഷ്ടകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. ഭീമനെ കണ്ട ഉടനെ ആ പാമ്പ് ചീറിപ്പാഞ്ഞു വന്ന് ആദ്യം അവൻ്റെ കൈകളിലും പിന്നീട് ശരീരത്തിലും ചുറ്റിവരിഞ്ഞു. ഗത കൊണ്ട് ഇടിച്ചും കാൽ കൊണ്ട് തൊഴിച്ചും പാമ്പിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭീമൻ ശ്രമിച്ചു. എന്നാൽ അനങ്ങാൻ വയ്യാത്ത വണ്ണം പാമ്പ് ഭീമൻ്റെ ശരീരം ചുറ്റിവരിഞ്ഞ് അവനെ നിർവീര്യനാക്കി. എത്രയോ രാക്ഷസന്മാരെയും യക്ഷന്മാരെയും അസുരന്മാരെയും ഒക്കെ നിഷ്പ്രയാസം തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുള്ള തന്നെ ഒരു പെരുമ്പാമ്പ് അനങ്ങാൻ പോലും വയ്യാത്ത വിധത്തിൽ അശക്തനാക്കി കെട്ടിവരിഞ്ഞിട്ടപ്പോൾ ഭീമൻ ആശ്ചര്യപരതന്ത്രനായി. ഇത് കേവലം സാധാരണമായൊരു പെരുമ്പാമ്പല്ല എന്നവന് ബോധ്യമായി. എന്തിനാണ് തന്നെ ഇങ്ങനെ പിടിച്ചു കയറ്റി വരുന്നത് എന്ന് ഭീമൻ ചോദിച്ചു. അടക്കാൻ വയ്യാത്ത വിശപ്പ് കൊണ്ട് തിന്നാൻ വേണ്ടി പിടിച്ചതാണ് എന്നായിരുന്നു പാമ്പിൻ്റെ മറുപടി. താൻ പാണ്ഡവന്മാരിൽപ്പെട്ട ഭീമസേനനാണെന്നും തൻ്റെ മരണം കൊണ്ട് രാജ്യഭ്രഷ്ടരായി നടക്കുന്ന പാണ്ഡവന്മാർ അശരണരും നിരുത്സാഹരുമാകുമെന്നും മറ്റും പറഞ്ഞ് പന്നകത്തിൻ്റെ സഹതാപം നേടാൻ ഭീമൻ ശ്രമിച്ചു. എങ്കിലും അതൊന്നും പെരുമ്പാമ്പിൻ്റെ ചെവിയിൽ കയറിയതേയില്ല. വിശപ്പടക്കുന്നതിനായി ഈശ്വരൻ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു തന്ന ഇരയാണ് ഭീമൻ എന്നായിരുന്നു പാമ്പിൻ്റെ നിലപാട്. പാമ്പിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള ആശ വെടിഞ്ഞ ഭീമൻ സ്വയം പറഞ്ഞു, ഞാൻ ഇനി ഈ കാര്യവും ഓർത്ത് വിലപിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ കർമ്മഫലമാണ്, ഈശ്വര നിശ്ചയമാണ്. പൗരുഷം കൊണ്ട് ഈശ്വരനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ വിധിയുടെ മുന്നിൽ മുട്ടുമടക്കുന്നു. ഈ അവസരത്തിൽ ധർമ്മപുത്രൻ പല ദുശ്ശഗുണങ്ങളും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണും തോളും തുടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഭീമൻ പോയിട്ട് വളരെ നേരമായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല. അവന് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് പരിഭ്രമമായി. ദ്രൗപദിയെ കാത്തുകൊള്ളാൻ അർജുനനോട് നിർദ്ദേശിച്ച് ബ്രാഹ്മണരുടെ സംരക്ഷണ ചുമതല മാതൃസൂതന്മാരെ ഏൽപ്പിച്ചും യുധിഷ്ഠിരൻ ഏകനായി ഭീമനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അദ്ദേഹം വനത്തിലെത്തി. മരത്തിൻ്റെ ചില്ലകൾ വഴിയിൽ തകർന്നു കിടന്നിരുന്നു. വൃക്ഷങ്ങളിൽ ശിഖരങ്ങൾ ഒടിഞ്ഞു തൂങ്ങുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ വൃക്ഷങ്ങൾ തന്നെ കടപുഴങ്ങി വീണ് കിടന്നിരുന്നു. ഇതെല്ലാം ഭീമൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് ഊഹിച്ച അദ്ദേഹം അതിനെ അടയാളമാക്കി ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ പെരുമ്പാമ്പ് ചുറ്റി ചേഷ്ടയില്ലാതെ കിടന്നിരുന്ന ഭീമനെ യുധിഷ്ഠിരൻ കണ്ടെത്തി. അദ്ദേഹം ഇത് കണ്ട് സംഭീതനായി തൻ്റെ അനുജനെ വിടണം എന്ന് പെരുമ്പാമ്പിനോട് അപേക്ഷിച്ചു. ഭീമനെ ആഹരിക്കാൻ വേണ്ടി പിടിച്ചതാണ് എന്നും വിടുകയില്ലെന്നും ഭീമനെ തിന്നുകഴിഞ്ഞ്
യുധിഷ്ഠിരനെയും തിന്നും എന്നുമായിരുന്നു പെരുമ്പാമ്പ് ധർമ്മപുത്രരെ അറിയിച്ചത്. ഇത് കേട്ടപ്പോൾ ഭയം, പരിഭ്രമം, ആശ്ചര്യം, നിരാശ തുടങ്ങിയ വിവിധ വികാരങ്ങൾ യുധിഷ്ഠിരന്റെ മനസ്സിൽ ഇളകി മറിഞ്ഞു. അദ്ദേഹം പെരുമ്പാമ്പിനോട് ചോദിച്ചു, അല്ലയോ പന്നകേന്ദ്ര, ഞാൻ യുധിഷ്ഠിരനാണ്. അങ്ങ് ആരാണ് എന്ന് സത്യം പറയൂ. പാമ്പ് പറഞ്ഞു, നീ എന്നെ പറ്റി കേട്ട് കാണും. ഞാൻ സൂര്യവംശജാതനായ നിന്റെ ഒരു പൂർവികൻ കൂടിയാണ്. നൗഷൻ എന്ന പ്രസിദ്ധനായിരുന്ന രാജാവാണ് ഞാൻ. യജ്ഞം, തപസ്, അധ്യയനം, ദമം എന്നിവ കൊണ്ട് ഞാൻ 3 ലോകത്തിലും അധീശനായി വാണു. എനിക്ക് ഇന്ദ്രപ്പട്ടം പോലും ലഭിച്ചു. എന്നാൽ അതോടൊപ്പം ഞാൻ അഹങ്കാരിയായി. മുനിമാരെ കൊണ്ട് ഞാൻ എൻ്റെ പല്ലൊക്കെ എടുപ്പിച്ചു. മുനിമാരുടെ കൂട്ടത്തിൽ അഗസ്ത്യനും ഉണ്ടായിരുന്നു. ഞാൻ ചാട്ടവാറുകൊണ്ട് അദ്ദേഹത്തെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. അഗസ്ത്യശാപത്താൽ ഞാൻ ഒരു പെരുമ്പാമ്പായി ഇവിടെ കിടക്കുകയാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നീ പറയുകയാണെങ്കിൽ ഞാൻ ഭീമനെ വിട്ടയക്കാം. ചോദ്യങ്ങൾ കേട്ടാൽ മറുപടി പറയാൻ ശ്രമിക്കാം എന്നറിയിച്ച യുധിഷ്ഠിരനോട് പണ്ഡിതന്മാർക്കും ധർമ്മനിഷ്ഠന്മാർക്കും മാത്രം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് പെരുമ്പാമ്പ് ചോദിച്ചത്. ധർമ്മപുത്രൻ അതിനെല്ലാം ഉചിതമായ മറുപടി നൽകി. പെരുമ്പാമ്പിന് തൃപ്തിയായി. പെരുമ്പാമ്പ് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, എന്നെ ശപിച്ച അഗസ്ത്യൻ എനിക്ക് ശാപമോക്ഷവും നൽകിയിരുന്നു. നീയുമായി സംവദിക്കുന്നതിനിടയാകുമ്പോൾ എനിക്ക് എൻ്റെ പൂർവ്വ സ്ഥാനം ലഭിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ശാപത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു. നീ ഭീമനെയും കൂട്ടി മടങ്ങിപ്പോയിക്കൊള്ളുക. പെരുമ്പാമ്പ് താമസിയാതെ നഹുഷനായി രൂപം പ്രാപിച്ചു. അദ്ദേഹം വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. പെരുമ്പാമ്പ് തേജസ്വിയായ നഹുഷനായിട്ട് രൂപം പ്രാപിച്ചു. അദ്ദേഹം വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. യുധിഷ്ഠിരൻ ഭീമനെയും കൂട്ടി ആശ്രമത്തിലേക്ക് മടങ്ങി. ഉത്കണ്ഠയോടെ കാത്തിരുന്ന പാഞ്ചാലിയോടും സഹോദരന്മാരോടും ഭീമനെ പെരുമ്പാമ്പ് പിടിച്ച വൃത്താന്തമെല്ലാം പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. ഈശ്വരന്റെ കാരുണ്യത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ഇനി മാർക്കണ്ഡേയ മഹർഷി. പാണ്ഡവന്മാർ യാമുന പർവ്വതത്തിൽ നിന്ന് വീണ്ടും ബദരിയാശ്രമത്തിലെത്തി. അപ്പോൾ കഠിനമായ ഉഷ്ണം കൊണ്ട് എരിപൊരി കൊള്ളുന്ന ഗ്രീഷ്മകാലം ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വർഷകാലം ആരംഭിച്ചു. തോരാത്ത മഴ കൊണ്ട് എല്ലായിടത്തും വെള്ളം നിറഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. കാട്ടുചോലകൾ തിങ്ങി നിറഞ്ഞൊഴുകി. ക്രമേണ മഴയുടെ കാഠിന്യം കുറഞ്ഞു. ശരൽക്കാലത്തിൻ്റെ ആരംഭമായി. മഴയിൽ കുളിച്ച് തളിർത്ത വൃക്ഷങ്ങളും ലതകളും പുഷ്ടമായി വളരാൻ തുടങ്ങി. എങ്ങും ചൈതന്യം തത്തിക്കളിച്ചു. ഈ അവസരത്തിൽ പാണ്ഡവന്മാർ കാമ്യകവനത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ സ്വഗൃഹത്തിലെത്തിച്ചേർന്ന പ്രതീതിയാണ് അവർക്കുണ്ടായത്. അവിടെ താമസിച്ചിരുന്ന മുനിമാരും ബ്രാഹ്മണരും പാണ്ഡവന്മാരെ സഹർഷം സ്വാഗതം ചെയ്തു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. അർജുനനെ കൂടെ കണ്ടപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പാണ്ഡവന്മാർ അവരുടെ തീർത്ഥാടനത്തിൻ്റെ വിശദ വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അർജുനൻ തൻ്റെ ദേവലോക യാത്രയെപ്പറ്റിയും എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു. പാണ്ഡവന്മാർ തീർത്ഥയാത്ര കഴിഞ്ഞ് അർജുനനോടുകൂടി കാമ്യകവനത്തിലെത്തിയ വിവരം ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം സത്യഭാമയോടുകൂടി ഒരു ദിവസം കാമ്യകവനത്തിലെത്തി. തേരിൽ നിന്നിറങ്ങിയ ഉടനെ പാണ്ഡവന്മാരും മുനികളും ഭഗവാനെ ഭക്തിപാരവശ്യത്തോടും ആമോദത്തോടും കൂടി വന്ദിച്ചു. അന്യോന്യം ആചാരോപചാരങ്ങൾ ചെയ്ത ശേഷം പാണ്ഡവന്മാർ അവരുടെ വൃത്താന്തങ്ങളെല്ലാം കൃഷ്ണനോട് പറഞ്ഞു. സത്യഭാമയും പാഞ്ചാലിയും കൂടി കുശല പ്രശ്നങ്ങളും മറ്റും പറഞ്ഞ് സന്തോഷത്തോടെ സമയം കഴിച്ചുകൂട്ടി. അവരുടെയൊക്കെ സംസാരം ധാർത്തരാഷ്ട്രന്മാരെ പറ്റിയായിരുന്നു. എല്ലാവരും ദുര്യോധനാദികളോട് രോഷം പ്രകടിപ്പിച്ചു. അർജുനൻ വിവിധ അസ്ത്രങ്ങൾ സമ്പാദിച്ചിരുന്നത് കൊണ്ട് ഉടൻ തന്നെ കൗരവരോട് ഏറ്റുമുട്ടണം എന്നുള്ള അഭിപ്രായഗതി സംഭാഷണങ്ങളിൽ ഉയർന്നു വന്നു. എന്നാൽ വനവാസവും അജ്ഞാതവാസവും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധനായ ധർമ്മപുത്രൻ സത്യലംഘനം ചെയ്യുന്നതിന് തയ്യാറായില്ല. പ്രതിജ്ഞാഭംഗം അധർമ്മമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും അജ്ഞാതവാസം കഴിയുന്നതുവരെ ക്ഷമിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്രകാരം പലതും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാതപസ്വിയും ചിരഞ്ജീവിയുമായ മാർക്കണ്ഡേയ മഹർഷി അവിടെ എത്തി. അവിചാരിതമായുള്ള മഹർഷിയുടെ അദ്ദേഹത്തെ തുടർന്ന് നാരദ മുനിയും അവിടെ വന്നു ചേർന്നു. യുധിഷ്ഠിരൻ മുനിമാരെ യഥായോഗ്യം വന്ദിച്ച് പൂജിച്ചു. മാർക്കണ്ഡേയ മഹർഷി മഹാപ്രളയം ദർശിച്ച ആളാണ്. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് കൽപ്പാന്തകാലം വരെ യശസ്വിയായും പുണ്യവാനായും ജരാനരയില്ലാത്തവനായും ഇരിക്കുന്നതിനുള്ള വരപ്രസാദം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹം യോഗസിദ്ധനായി എന്നും പ്രപഞ്ചം ചുറ്റി നടക്കുന്നു എന്നാണ് പൗരാണിക മതം. യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ധർമ്മത്തിൻ്റെ വിവിധ സ്വഭാവത്തെപ്പറ്റിയും ധർമ്മരഹസ്യത്തെപ്പറ്റിയും വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉൾപ്പെടെ അസംഖ്യം തപസ്സികളും ജ്ഞാനികളും നിറഞ്ഞ സദസ്സിൽ വെച്ച് മഹർഷി
ധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളും അത് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും പറ്റി സവിസ്തരം പ്രതിപാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ധർമ്മമാണ് എല്ലാറ്റിലും വെച്ച് വലുത്. ധർമ്മഭ്രംശത്തിനേക്കാൾ ആപത്ത് മറ്റൊന്നുമില്ല. ധർമ്മം തെറ്റാതെ ജീവിക്കുകയാണ് ബുദ്ധിപൂർവമായ പ്രവൃത്തി. മഹർഷി പല രാജകഥകളും പറഞ്ഞ് പാണ്ഡവന്മാരെ ധർമ്മത്തിൻ്റെ വിവിധ സ്വഭാവങ്ങൾ മനസ്സിലാക്കി. അതേ തുടർന്ന് സ്ത്രീധർമ്മത്തിൻ്റെ സ്വഭാവത്തെയും മാഹാത്മ്യത്തെയും പറ്റി പറയണമെന്ന് യുധിഷ്ഠിരൻ മഹർഷിയോട് ആവശ്യപ്പെട്ടു. മഹർഷി പറഞ്ഞു, പാതിവൃത്യമാണ് സ്ത്രീധർമ്മത്തിൻ്റെ മുഖ്യമായ വശം. സ്വഭർത്താവിനെ ഈശ്വരനായി കരുതി ഉപാസിച്ചും സേവിച്ചും കഴിയുന്ന ഗൃഹിണി തപസ്വിനിയാണ്. അങ്ങനെയുള്ളവർക്ക് എല്ലാവിധ സിദ്ധികളും ലഭിക്കും. അതിന് ഉദാഹരണമായി ഒരു കഥ പറയാം. പാതിവൃത്യ മഹാത്മ്യം. ഒരിക്കൽ മഹാതപസ്വിയായ ഒരു ബ്രഹ്മചാരി കാട്ടിൽ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദാധ്യയനം ചെയ്യുകയായിരുന്നു. തത്സമയം ഏതാനും വലാക പക്ഷികൾ മരക്കൊമ്പിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരു പക്ഷിയുടെ കാഷ്ടം ബ്രഹ്മചാരിയുടെ ശിരസിൽ വീണു. അദ്ദേഹം ക്രുദ്ധനായി ക്രോധാവേശത്തോടെ പക്ഷിയെ നോക്കി. പക്ഷി ക്രോധാഗ്നിയിൽ ദഹിച്ച് താഴെ വീണു. മധ്യാഹ്നത്തോടെ ബ്രഹ്മചാരി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. വീട്ടിനകത്തുണ്ടായിരുന്ന സ്ത്രീ ബ്രാഹ്മണന്റെ ശബ്ദം കേട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, അല്പം ക്ഷമിക്കണേ, ഞാൻ ഉടനെ വന്ന് ഭിക്ഷ തരാം. ബ്രഹ്മചാരി പുറത്തു കാത്തു നിന്നു. അകത്തിരുന്ന സ്ത്രീ യാത്ര ചെയ്ത് ക്ഷീണിതനായി വന്ന അവരുടെ ഭർത്താവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഭിക്ഷയുമായി പുറത്തു വന്നു. ബ്രഹ്മചാരി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സമയം കഴിഞ്ഞാണ് സ്ത്രീ പുറത്തേക്ക് വന്നത്. തന്മൂലം ബ്രഹ്മചാരി കോപിഷ്ഠനായി നിൽക്കുകയായിരുന്നു. ബ്രഹ്മചാരിയുടെ ക്രുദ്ധമായ മുഖം കണ്ടപ്പോൾ സ്ത്രീക്ക് ചിരിയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു, അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? അങ്ങ് തപസ്വിയായ ബ്രാഹ്മണനല്ലേ? ക്രോധമോഹങ്ങൾ വിട്ടവരാണ് താപസന്മാർ. ഞങ്ങൾ പതിവ്രതകളാണ്. പാതിവൃത്യം അനുഷ്ഠിക്കുകയാണ് ഞങ്ങളുടെ തപസ്. ഭർത്താവ് സാക്ഷാൽ ഈശ്വരനാണ്. ഭർതൃ ശുശ്രൂഷയിൽ കവിഞ്ഞ ഒരു ധർമ്മവും ഞങ്ങൾക്കില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് അങ്ങ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പം താമസിച്ചു പോയത്. അല്പമായ അനിഷ്ടം കൊണ്ട് അങ്ങ് ഇത്രയും കോപിക്കുന്നുവെങ്കിൽ ധർമ്മത്തിൻ്റെ തത്വം അങ്ങ് ഗ്രഹിച്ചിട്ടില്ല എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മം തെറ്റിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങയുടെ ക്രോധാഗ്നിയിൽ വലാകപക്ഷി ദഹിച്ചതുപോലെ ഞാൻ ദഹിക്കുകയില്ല എന്നറിഞ്ഞാലും. ബ്രാഹ്മണൻ ഇത് കേട്ടപ്പോൾ ആശ്ചര്യപരതന്ത്രനായി. വലാകപക്ഷി ദഹിച്ച വിവരം ഇവളെങ്ങനെ മനസ്സിലാക്കി എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മനസ്സിലാക്കിയ സ്ത്രീ പറഞ്ഞു, അങ്ങ് വലാകപക്ഷിയെ ദഹിപ്പിച്ചത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് അത്ഭുതപ്പെടുന്നു. ഇത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. എൻ്റെ ധർമ്മനിഷ്ഠ കൊണ്ട് ഞാനത് മനസ്സിലാക്കി. ധർമ്മനിഷ്ഠ കൊണ്ട് സാധിക്കാത്ത സിദ്ധികളൊന്നുമില്ല. എനിക്ക് ധർമ്മത്തിൻ്റെ മഹിമ വളരെയൊന്നും അറിഞ്ഞുകൂടാ. മിഥിലാ രാജ്യത്ത് ധർമ്മവ്യാധൻ എന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ കൂടുതൽ അറിയാൻ കഴിയും. ഭിക്ഷ നൽകിയിട്ട് ഗൃഹനായിക അകത്തേക്ക് കയറിപ്പോയി. ബ്രാഹ്മണൻ ഭിക്ഷയും വാങ്ങി വീട്ടിന് പുറത്തു വന്നു. സ്ത്രീയുടെ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇനി ധർമ്മമാഹാത്മ്യം. അദ്ദേഹത്തിൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് വിവശമായി. താൻ ധർമ്മത്തിൻ്റെ മഹിമ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ധർമ്മത്തെപ്പറ്റി കൂടുതലായി അറിയണം എന്ന് ആഗ്രഹിച്ചു. സ്ത്രീ നിർദ്ദേശിച്ചതനുസരിച്ച് മിഥിലയിൽ പോയി ധർമ്മവ്യാധനെ കാണാൻ തീരുമാനിച്ചു. ബ്രാഹ്മണൻ മിഥിലാപുരിയിലെത്തി. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ പട്ടണമായിരുന്നു അത്. അദ്ദേഹം ധർമ്മവ്യാധനെ തിരക്കി. ആളുകൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അദ്ദേഹം ഒരു മാംസ വിക്രയശാലയുടെ മുന്നിലെത്തി. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ മാംസം മുറിച്ചു വിൽക്കുന്നുണ്ടായിരുന്നു. ധാരാളം ജനങ്ങൾ മാംസം വാങ്ങുന്നതിന് ആ കടയുടെ മുന്നിൽ തിങ്ങി നിൽപ്പുണ്ടായിരുന്നു. ധർമ്മവ്യാധൻ ആരാണെന്ന് ബ്രാഹ്മണൻ അവരോട് അന്വേഷിച്ചു. അവർ കടയ്ക്കുള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കടയുടെ മധ്യത്തിലായി ആചാനുബാഹുവായൊരു മനുഷ്യൻ വ്യാപാരത്തിൻ്റെ നേതൃത്വം വഹിച്ച് തൻ്റെ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുകയും മാംസം ലഭിച്ചവരിൽ നിന്ന് പണം വാങ്ങുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ധർമ്മവ്യാധനെന്ന് ബ്രാഹ്മണന് മനസ്സിലായി. എന്നാൽ അയാളുടെ ഭീമാകൃതിയും മാംസം കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തിയും കണ്ടപ്പോൾ ബ്രാഹ്മണന് അയാളോട് വെറുപ്പാണ് തോന്നിയത്. മടങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു. എങ്കിലും അയാൾ അന്വേഷിച്ച് വളരെ ദൂരം താണ്ടി വന്നതുകൊണ്ട് സംസാരിച്ചിട്ട് തന്നെ പോകാം എന്ന് ബ്രാഹ്മണൻ അവസാനം തീരുമാനിച്ചു. അയാളുടെ വ്യാപാരത്തിൻ്റെ തിരക്ക് കഴിയുന്നത് വരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ഒതുങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആരും ഒന്നും പറയാതെ തന്നെ ധർമ്മവ്യാധൻ കച്ചവടത്തിൻ്റെ ബഹളത്തിൽ നിന്ന് ഓടി ബ്രാഹ്മണൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തെ വന്ദിച്ചിട്ട് പറഞ്ഞു, അങ്ങയെ കുറച്ച് സമയത്തേക്കെങ്കിലും കാത്തു നിർത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ജോലി തിരക്ക് കൊണ്ടാണ് അല്പം താമസിച്ചത്. ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് അങ്ങ് എന്നെ കാണാൻ വന്നതെന്ന് എനിക്കറിയാം. വന്നാട്ടെ, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഇതും കൂടി കേട്ടപ്പോൾ ബ്രാഹ്മണന്റെ ആശ്ചര്യം ശതഗുണീഭവിച്ചു. സ്ത്രീ പറഞ്ഞ വിവരം ഇയാൾ അറിഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണൻ അയാളോട് തോന്നിയ വെറുപ്പെല്ലാം മാറി അയാളെപ്പറ്റി ഉള്ളിൽ ബഹുമാനം തോന്നി.
വ്യാപാര കാര്യമെല്ലാം തൻ്റെ സഹായിയെ ഏൽപ്പിച്ചിട്ട് ധർമ്മവ്യാധൻ ബ്രാഹ്മണനെയും കൂട്ടി വീട്ടിലെത്തി. വേണ്ട വിധത്തിൽ അതിഥി പൂജ നടത്തി. ബ്രാഹ്മണനെ ഉത്തമമായ ആസനത്തിൽ ഉപവിഷ്ടനാക്കി. ധർമ്മത്തിൻ്റെ സ്വരൂപത്തെപ്പറ്റി വിശദമായി അറിയുന്നതിനാണ് താൻ വന്നതെന്ന് ബ്രാഹ്മണൻ ധർമ്മവ്യാധനെ അറിയിച്ചു. താൻ പണ്ഡിതനല്ല എന്നും ധർമ്മത്തെപ്പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിവുള്ളൂ എന്നും ധർമ്മവ്യാധൻ ആദ്യം പറഞ്ഞുവെങ്കിലും ബ്രാഹ്മണന്റെ ചോദ്യങ്ങൾക്കെല്ലാം പണ്ഡിതോചിതമായ മറുപടി നൽകി ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തി. വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, ജനനമരണങ്ങൾ, കർമ്മഗതി വിശേഷങ്ങൾ, പുനർജന്മ സ്വഭാവം, സ്വർഗനരകങ്ങൾ, സത്യം, അഹിംസ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ തുടങ്ങി അനവധി കാര്യങ്ങളെപ്പറ്റി ധർമ്മവ്യാധൻ ബ്രാഹ്മണന് ഉപദേശം നൽകുകയും ബ്രാഹ്മണൻ തൃപ്തനാവുകയും ചെയ്തു. വ്യാധൻ അവസാനമായി പറഞ്ഞു, എൻ്റെ അച്ഛനും മുത്തച്ഛനും ചെയ്തു വന്ന കുലത്തൊഴിലാണ് ഇത്. ഞാനും ആ കുലത്തൊഴിൽ തന്നെ തുടരുന്നു. മറ്റുള്ളവർ കൊന്ന പന്നി, മാൻ മുതലായവയെ ഞാൻ വിൽക്കുകയാണ്. കൊല്ലുന്നത് ഞാനല്ല. ഞാൻ മാംസം തിന്നാറില്ല. നിത്യവും പകൽ മുഴുവൻ ഉപവസിക്കുന്നു. രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. മനുഷ്യർ സ്ഥിരമായി ചീത്തയാണെന്ന് വിചാരിക്കരുത്. ദുസ്വഭാവിയായ മനുഷ്യനും സൽസ്വഭാവി ആയിത്തീരാം. കൊലപാതകയും കൂടി ധാർമ്മികനായി വരും. ധർമ്മത്തിൻ്റെ വിവിധ രൂപങ്ങളെയും സ്വഭാവങ്ങളെയും പറ്റി ദീർഘമായി വ്യാധൻ പ്രതിപാദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മചാരി പറഞ്ഞു, ഹേ വ്യാധ, ധർമ്മത്തെപ്പറ്റി ഭഗവാൻ അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ വ്യാധൻ ചിരിച്ചു. അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ദ്വിജശ്രേഷ്ഠ, എനിക്ക് ധർമ്മം പ്രത്യക്ഷമാണ്. അങ്ങ് വീട്ടിനുള്ളിലേക്ക് കടന്ന് പൂജ്യരായ എൻ്റെ മാതാപിതാക്കളെ കണ്ടാലും അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും എനിക്ക് എപ്രകാരമാണ് ഈ സിദ്ധി ലഭിച്ചത് എന്ന്. അവർ രണ്ടുപേരും കൂടി വീട്ടിനകത്തേക്ക് കടന്നു. വീട് ഒരു ദേവാലയം പോലെ പരിശുദ്ധമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവർ ഒരു മുറിയിൽ പ്രവേശിച്ചു. ശയ്യകളും മറ്റു ഉപകരണങ്ങളും അതിൽ വെടിപ്പായി സൂക്ഷിച്ചിരുന്നു. ദിവ്യമായ പരിമളം ആ മുറിയിൽ ആകെ പരന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്തായി വ്യാധൻ്റെ അച്ഛനും അമ്മയും പീഠങ്ങളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യാധൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ബ്രാഹ്മണനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ വിപ്രനെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്തു. വ്യാധൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, എൻ്റെ ദൈവം എൻ്റെ അച്ഛനമ്മമാരായ ഇവരാണ്. ഇവരുടെ ഇഷ്ടം അറിഞ്ഞല്ലാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഇവർക്ക് വേണ്ടിയാണ് ഞാനും എൻ്റെ ഭാര്യയും പുത്രന്മാരും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവരെ ഞാൻ പൂജിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുന്നു. ലൗകിക സുഖാനുഭവങ്ങളിൽ ആഗ്രഹമുള്ള മനുഷ്യന് അച്ഛൻ, അമ്മ, അഗ്നി, ആത്മാവ്, ആചാര്യൻ എന്നിങ്ങനെ 5 ഗുരുക്കന്മാരാണ് ഉള്ളത്. ഇവരെ പ്രീതിപ്പെടുത്തേണ്ടത് ഗൃഹസ്ഥാശ്രമിയുടെ ശാശ്വത ധർമ്മമാകുന്നു. ബ്രാഹ്മണൻ ആ വന്ധ്യവയോധികരെ നമസ്കരിച്ചു. ഇപ്രകാരം ധർമ്മിഷ്ഠനായ പുത്രനെ ലഭിച്ചവർ ഭാഗ്യശാലികളാണ് എന്ന് പറഞ്ഞ് വേദാധ്യയനം കൊണ്ടും തപസ്സുകൊണ്ടും തനിക്ക് ലഭിച്ചിട്ടുള്ള അറിവിനേക്കാൾ കൂടുതലായി ധർമ്മവ്യാധനിൽ നിന്നും അറിയാൻ കഴിഞ്ഞ സന്തോഷത്തോടെ വ്യാധനോട് യാത്ര പറഞ്ഞ് ബ്രാഹ്മണൻ മടങ്ങിപ്പോയി. യുധിഷ്ഠിര, സ്ത്രീയുടെ ധർമ്മം പതിയെ ഈശ്വരനെ പോലെ കരുതി ശുശ്രൂഷിക്കുകയാണ്. അതുപോലെ മാതാപിതാക്കന്മാരെ ഈശ്വരനെ പോലെ കരുതി ശുശ്രൂഷിക്കുകയാണ് പുത്രധർമ്മം. അപ്രകാരം ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള സിദ്ധികളും ഐശ്വര്യവും ഉണ്ടാകും. അവർക്ക് മോക്ഷവും ലഭിക്കും. ഇനി ദാനമാഹാത്മ്യം. മാർക്കണ്ഡേയ മഹർഷി ദാനത്തിൻ്റെ മഹാത്മ്യത്തെയും സവിസ്തരം പ്രതിപാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദാനം ചെയ്യുന്നവർക്ക് പുണ്യം ലഭിക്കും. എന്നാൽ അന്യായമായി സമ്പാദിച്ച മുതൽ ദാനം ചെയ്യുന്നവന് പുണ്യം ലഭിക്കുകയില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് അന്നദാനമാകുന്നു. ദാനം ചെയ്യുന്നവന് ഒരുത്തനായിട്ട് മാത്രമായിരിക്കണം. പലർക്കും കൂടി ഒന്നിനെ ഒരിക്കലും ദാനം ചെയ്യരുത്. ദാനം ചെയ്യുന്നവർ ഒരിക്കലും അതേപ്പറ്റി ആത്മപ്രശംസ ചെയ്യരുത്. ദാനം ചെയ്തു കഴിഞ്ഞിട്ട് അതേപ്പറ്റി ഓർത്ത് ഒരിക്കലും ഈർഷ്യ പ്രകടിപ്പിക്കരുത്. ദാനത്തെപ്പറ്റി ഒരിക്കലും മിഥ്യാവചനങ്ങൾ പറയരുത്. കീർത്തിക്ക് വേണ്ടിയോ ധനത്തിനു വേണ്ടിയോ സുഖം ആഗ്രഹിച്ചോ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദാനം കൊണ്ട് സ്വന്തം പാപം നശിക്കുന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ മറ്റൊന്നും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെയാണ് ദാനം ചെയ്യേണ്ടത് എന്ന് അറിയുക. ദാനമഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന പല കഥകളും മഹർഷി പറയുകയുണ്ടായി. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥകളും പ്രഭാഷണങ്ങളും പാണ്ഡവന്മാരെയും ശ്രീകൃഷ്ണനെയും മറ്റും വളരെയേറെ രസിപ്പിച്ചു. ശ്രീകൃഷ്ണൻ സത്യഭാമയോടുകൂടി ദ്വാരകയിലേക്ക് മടങ്ങി. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ദ്രൗപദിയെ പ്രത്യേകമായി ആശീർവദിച്ചു. അവളുടെ പുത്രന്മാരെല്ലാം ദ്വാരകയിൽ സസുഖം വാഴുന്ന കാര്യവും അവരെ സ്വന്തം പുത്രന്മാരെ പോലെ സുഭദ്ര സംരക്ഷിക്കുന്ന വിവരവും മറ്റും അറിയിക്കുകയും ചെയ്തു. പാഞ്ചാലിയുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് പഴയതുപോലെ ജീവിക്കാൻ ഇടയാകുമെന്ന് ഭഗവാൻ അവളെ അനുഗ്രഹിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം യാത്രയായി. നല്ല നല്ല കഥകൾ പറഞ്ഞും തത്വോപദേശം നടത്തിയും പാണ്ഡവന്മാരെ സമാധാനിപ്പിക്കുകയും
സന്തോഷിപ്പിക്കുകയും ചെയ്ത മാർക്കണ്ഡേയ മഹർഷിയും അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.